ബീച്ച് ടൂറിസത്തിന് 1 കോടി രൂപ വകയിരുത്തി ഉദുമ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതികളുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. പാലക്കുന്നിൽ വെച്ച് നടത്തിയ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബേക്കൽ ടൂറിസം പദ്ധതിയുടെ അനന്ത സാധ്യതകൾ പരമാവധി മുതലെടുക്കാനുള്ള തീരുമാനത്തിലും പരിശ്രമത്തിലുമാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ തീരപ്രദേശത്തിന്റെ ടൂറിസം വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 1 കോടി രൂപ നീക്കിവെച്ച് 2024-25 വർഷത്തെ പദ്ധതികളുടെ ഭാഗമായുള്ള വികസന സെമിനാർ നടത്തിയത്. ഇതുകൂടാതെ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിനുള്ള മൈക്രോ പ്ലാനുകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു. ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലം വാങ്ങുന്നതിനായി 1 കോടി രൂപയും നീക്കിവെച്ചു. കതിർ റൈസ് എന്ന ബ്രാൻഡിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ആകെ 10,64,73,179 രൂപ വകയിരുത്തിയുള്ള കരട് നിർദ്ദേശങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടത്. പാലക്കുന്ന് സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വികസന സെമിനാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും വെക്കും, പക്ഷെ പദ്ധതികൾ നിങ്ങൾ ചെയ്യണം. മറ്റൊന്ന് സംയുക്ത പദ്ധതി നടത്തിപ്പിലെ അപാകതയാണ്. സംയുക്ത പദ്ധതികൾ പലപ്പോഴും പഞ്ചായത്ത് സംയുക്ത പദ്ധതി വെക്കും, പക്ഷേ ജില്ലാ പഞ്ചായത്തിന് ഷെയർ വിളിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആറാട്ടകളിൽ നടപ്പാലത്തിന് 10-15 ലക്ഷം വേണമെന്ന് വാശി പിടിച്ചിട്ട് പദ്ധതി പൈസ വെച്ച് ഇതുവരെ പൈസ വാങ്ങിയില്ല. അപ്പോൾ നടപ്പാലത്തിന്റെ പൈസ ഉദുമ പഞ്ചായത്തിന്റെ പൈസ ചെലവഴിക്കുകയും ചെയ്തു, ജില്ലാ പഞ്ചായത്തിന്റെ പൈസ ഇതുവരെ വാങ്ങിയില്ല. അപ്പം ആദ്യം നമ്മൾ മേൽപ്പെട്ട് പഞ്ചായത്തിന്റെ പൈസ വാങ്ങി നിങ്ങൾ പഞ്ചായത്തിന്റെ പൈസ ചെലവാകുന്നതിലേക്ക് മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് മാറ്റാം. പക്ഷെ ഞങ്ങൾ മാറ്റിയാൽ വീണ്ടും നിങ്ങൾക്കത് തരാൻ പറ്റൂല. അതാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരിക്കുമ്പോഴുള്ള ഒരു പ്രയാസം. അംഗൻവാടി നമുക്ക് അംഗൻവാടി പൈസ വെച്ച് ഇതുവരെ ടെൻഡർ ആയിട്ടില്ല. അപ്പോൾ ഇനി എസ്റ്റിമേറ്റ് ആരെല്ലാം റെഡി ആയതെല്ലാം ടെൻഡർ ചെയ്ത് ഇത്രയും പെട്ടെന്ന് അതിന്റെ അഡ്വാൻസ് തുകയെങ്കിലും ജില്ലാ പഞ്ചായത്ത് കൈപ്പറ്റാനാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കുമാരൻ നായർക്ക് നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സെമിനാറിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.